ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ ടൗൺഷിപ്പിനുള്ള ഗുണഭോക്താക്കളുടെ കരട് പട്ടിക സർക്കാർ പ്രസിദ്ധീകരിച്ചു. 388 കുടുംബങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. ആക്ഷേപമുള്ളവർ 15 ദിവസങ്ങൾക്കകം അറിയിക്കണമെന്ന് അറിയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. പറയൂ സുർജിത്ത്. ഈ പട്ടികയുടെ ഒന്നാം ഘട്ടമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ 388 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 15 ദിവസത്തിനകം തന്നെ ആക്ഷേപങ്ങൾ അറിയിക്കാവുന്നതാണ്. വീട് നഷ്ടപ്പെട്ടവർ, എവിടെയും വീടില്ലാത്തവർ, വാടക വീട്ടിലോ പാടികളിലോ താമസിച്ചിരുന്നവർ എന്നിവർക്കാണ് ആദ്യ പരിഗണന നൽകിയിരിക്കുന്നത്. ജിയോ റഫറൻസ്, കെ എസ് സി ബിയുടെ കണക്കുകൾ, ഒപ്പം തന്നെ ഹരിതമിത്രം ആപ്പ് എന്നിവ വഴിയാണ് ഇത്തരത്തിൽ ഒരു രേഖ ഉണ്ടാക്കിയിരിക്കുന്നത്. മാനന്തവാടി സബ് കളക്ടർക്കായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചുമതല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അതായത് പരാതികളുള്ളവർക്ക് 2025 ജനുവരി 10 വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. വൈകിട്ട് 5 വരെ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക് വെള്ളരിമല വില്ലേജ്, ഒപ്പം തന്നെ മേപ്പാടി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ആരംഭിക്കാൻ ഉള്ള നീക്കത്തിലാണ് ജില്ലാ ഭരണകൂടം. എന്തായാലും ഈ ആക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ആക്ഷേപം കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് സ്ഥലപരിശോധന ഉൾപ്പെടെ നടത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് അവസാനഘട്ട ഈ പട്ടിക സമർപ്പിക്കുക. അടുത്ത ഘട്ടത്തിൽ ഈ സ്ഥലത്തിന്റെ ദൂരപരിധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ജോൺ മത്തായി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദൂരപരിധി അടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താകും അടുത്ത ഘട്ട പട്ടിക പ്രസിദ്ധീകരിക്കും. എന്തായാലും 388 കുടുംബങ്ങൾക്ക് ഈ ടൗൺഷിപ്പിലേക്കുള്ള ആദ്യഘട്ട പരിഗണന എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്.